ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂർ ട്രിപ്പാണ്. നമ്മൾ 1 ഡേ ട്രിപ്പാണ് പോകുന്നുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. രാവിലെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ എഴുന്നേൽക്കണമല്ലോ. പക്ഷേ ലിയോനെ ഒറ്റക്കാക്കിയിട്ടാണ് നമ്മൾ പോകുന്നുള്ളത്. കുഴപ്പമില്ല, 1 ഡേ അല്ലേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നുള്ളത് പാറപ്പള്ളിയിലോട്ടുമായിരുന്നു. അങ്ങോട്ട് നമ്മൾ പോകണമെന്നൊന്നും വിചാരിച്ചതില്ലേന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ ഈ ഒരു കണ്ണൂർ ട്രിപ്പ് ഞാൻ 2 വീഡിയോ ആയിട്ട് വിടുന്നുണ്ട്. എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഇപ്പം അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പാറപ്പള്ളി. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോളി. ഇവിടെ എന്തോ സ്ഥലത്തെന്തോ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമുക്കറിയാതെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഈ ഒരു സൈഡിലുള്ള കടലും പാറകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഉള്ളോട്ട് കടന്നപ്പോൾ കുറച്ച് കബറുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ പോയി പ്രാർത്ഥിച്ചു. ദെൻ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പം വേറൊരു ഖബറുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ ആരുടേതാണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതിന് എന്തൊക്കെ ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ജമനീനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അതറിയാം, എന്താ അറിയില്ല, ഭയങ്കര ഇതുണ്ട്. പിന്നെ ഇത് നമ്മൾ ആദിൻ നബീൻ്റെ കാൽപ്പാടാണ് ഈ ഒരു പറമ്പുള്ളത്, കണ്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പിന്നെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മളെ കാറിൻ്റെ സ്ഥലത്തിലോട്ട് പോയി. പിന്നെ ഇതൊക്കെ അവിടുന്ന് കഴിച്ചു. നെക്സ്റ്റ് നമ്മൾ പോകുന്നുള്ളത് വേറൊരു അടിപൊളി സ്ഥലത്തിലോട്ടാണ്. ആക്ച്വലി പാറപ്പള്ളിയിലോട്ട് പോരാൻ ഒരു പ്ലാനും ഇല്ലേനു. അടുത്തത് നമ്മൾ പോയിട്ടുള്ളത് ഒരു അടിപൊളി ബീച്ചിലോട്ടാണ്. എനിക്ക് ഈ ബീച്ച് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഇവിടെ നമുക്ക് കാറിലൂടെ കടലിലൂടെ കാറൊക്കെ ഓട്ടാം. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ നേരം അടിപൊളിയായിട്ട് തന്നെ നിന്നു. കണ്ടോ വെള്ളം തെറിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരടിപൊളി ബീച്ച് ആയിരുന്നു. എനിക്ക് എന്തായാലും പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ബീച്ചിൽ നമ്മൾ പായൊക്കെ വിരിച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാതും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറേ നേരം നിന്നു. ഒരു 3.5 മണിക്കൂറൊക്കെ അവിടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും ഈ ബീച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും ഒക്കെ നല്ല വൈബ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വീണ്ടും വേറെ സ്ഥലത്തിലോട്ട് പോവാണ്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു മ്യൂസിയത്തിലോട്ടാണ്. അറക്കൽ മ്യൂസിയം എന്നാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേര്. ഈ മ്യൂസിയത്തിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങളിത് കേട്ട് നോക്കണം. കാരണം നിങ്ങൾക്ക് കുറേ ഐഡിയാസൊക്കെ കിട്ടും. നമ്മൾ കേരളത്തിലുള്ള ആകെപ്പാടുള്ള ഒരു മുസ്ലിം മ്യൂസിയം അങ്ങനെ എന്തോ അതാണ് ഈ ഒരു മ്യൂസിയം. ഇത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവർ ഈ മ്യൂസിയം ആക്കി വെച്ചിട്ടുള്ളത്. ഒരു ഭാഗം കയറുമ്പോൾ തന്നെ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതെന്നല്ലാതെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു കട്ടിൽ അവരെന്തോ കടന്ന ഒരു കട്ടിലെന്തോ ആണ് ഈ ഒരു കട്ടിൽ. ആൻഡ് 2005 ഇതൊരു മ്യൂസിയം ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ അവർ എഴുതിയിട്ടുള്ള കത്തുകൾ, വാളുകൾ, ടേബിള്, ചെയർ, അങ്ങനെ അവർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വക സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ. അവരെ യൂസ് ചെയ്ത ഫർണിച്ചറുകൾ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ആരാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറേ ഫ്രെയിമിൽ കുറേ ആളുകളുണ്ട്. പിന്നെ മെയിനായിട്ട് തന്നെ അന്നത്തെ പ്ലേറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അന്ന് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കോയിൻസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇവിടെ ലോഡുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വാളുകളും അങ്ങനത്തെ ഓരോന്നൊക്കെ. ഞാൻ ആ വാളുള്ള അവിടെ കുറേ നേരം സ്റ്റാച്ചു ആയിരുന്നു. അതുകൊണ്ട് ആ വാളിൻ്റെ ആ സൈഡൊന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഞാൻ നടന്നു പോയപ്പോഴത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്തായാലും അതൊക്കെ തന്നെ. പിന്നെ ഇവരൊക്കെ പെയിൻറ് ചെയ്തിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ട്യൂസ്ഡേ മുതൽ സൺഡേ വരെയാണ് ഉണ്ടാവുക. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിയോ അതോ 5:30 അതിലേതോ ആണ്. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്ന് നോക്കണം. കാരണം കണ്ണൂരിൻ്റെ മലബാറിൻ്റെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഇത്. ഇങ്ങനത്തെ ഫ്രെയിംസൊക്കെ കുറേ വരുമ്പോൾ അന്തം വിട്ട് നിൽക്കുമെങ്കിലും അതല്ലാതെ കുറച്ച് അധികം കാര്യങ്ങൾ തന്നെ ഇവിടെ കാണാനുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പും പണ്ടത്തെ സ്റ്റെപ്പാണ്. ഞാനതിൽ വീഴാൻ പോയി. കാരണം കയറുമ്പോൾ എന്തോ മതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അതിന് മുമ്പ് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ആ സ്റ്റാച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കയറുമ്പോഴുള്ള വ്യൂ ഞാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പാണ് കയറുമ്പോഴുള്ള വ്യൂ എടുത്തത്. എന്തായാലും എപ്പിസോഡ് 2 ഇപ്പം അടുത്ത് തന്നെ വരും. അതിൽ കുറച്ച് വിറ്റുകളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.